Hello, good evening all. ഇന്നലെ ലാസ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു എന്തായിരുന്നു ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തത്? AI machine learning. സോറി, എനിക്ക് ഓഡിബിൾ അല്ലായിരുന്നു, ഒന്നുകൂടെ പറയാമോ? Machine learning and AI deep learning. AI ML ഡീപ് ലേണിംഗ്, അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? ഇന്ന് കുറച്ച് ഡാറ്റാ സയൻസിന്റെ പോർഷനും കൂടി പറയാനുണ്ട്, എന്നിട്ട് നമുക്ക് കോഡിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. സ്ക്രീൻ പ്രസന്റ് ചെയ്യാം. സ്ക്രീൻ വിസിബിൾ അല്ലേ? ഹലോ ഹലോ അതെ. ഓക്കെ. നമ്മൾ ഇന്ന് ഡാറ്റാ സയൻസും ML ഇന്നലെ AI ML ഡീപ് ലേണിംഗ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റാ സയൻസും ML തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെയാണ്. ഫസ്റ്റ് എന്താണ് ഡാറ്റാ സയൻസ് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് ഡാറ്റാ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഐഡിയ എന്താ? ഡാറ്റാ സയൻസിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? ഉം? എന്താ ഡാറ്റാ സയൻസ് പറഞ്ഞാൽ ഒത്തിരി കേട്ടിട്ടുള്ള ടേം ആയിരിക്കുമല്ലോ. ഹലോ, അറിയാവുന്ന പറ. എന്തെങ്കിലും ഫെമിലിയർ ആയിട്ട് കേട്ടിട്ടുള്ളതോ? പിന്നെ എന്തെങ്കിലുമൊക്കെ കേട്ടറിവുണ്ടാവുമല്ലോ. ഡാറ്റാ സയൻസ് എന്താണെന്നൊരു ഐഡിയ ഉണ്ടാവില്ലേ നിങ്ങൾക്ക്? ഹലോ, ആർക്കും ഐഡിയ ഇല്ല? എന്തെങ്കിലും പറ. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള കൺസെപ്റ്റ്? ഡാറ്റാ സയൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിൽ വരുന്നതെന്നുള്ളതെങ്കിലും പറ. ഇല്ല. എന്തായിരുന്നു? ക്രൈറ്റീരിയ വെച്ചിട്ട് ഡാറ്റനെ മാനിപ്പുലേറ്റ് ചെയ്യുക. ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് ഡാറ്റനെ മാനിപ്പുലേറ്റ് ചെയ്യുക. പിന്നെ ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട് ഡാറ്റനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ വേറെന്തെങ്കിലും? നമുക്കൊരു കോമ്പിനേഷൻ വേണമെങ്കിൽ പറയാം. ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത് ആർട്ടിന്റെ പോർഷനും വരുന്നുണ്ട്, അതേപോലെ സയൻസിന്റെ പോർഷനും വരുന്നുണ്ട്. നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള, നമുക്ക് കിട്ടുന്ന ഡാറ്റ വെച്ചിട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ആണ് എന്ത് ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ് നമുക്ക് ആവശ്യമാണ്. കമ്പ്യൂട്ടർ സയൻസിന്റെ പോർഷൻസ് നമുക്ക് കുറച്ച് ആവശ്യമുണ്ട്. കുറച്ച് ഡൊമൈൻ നോളജ് നമുക്ക് അത്യാവശ്യമാണ്. അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ ഒരു കോമ്പിനേഷൻ ആണ് എന്ത് ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത്. ഒരു മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡാണ്. ഒത്തിരി കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണ് എന്ത് ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഡാറ്റാ സയൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ കിട്ടുന്ന ഡാറ്റ വെച്ചിട്ട് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള. നമുക്ക് കിട്ടിയ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തിട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് എന്ന് പറയുമ്പോൾ, നമുക്കിപ്പോൾ ഒരു സെയിൽസ് ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഡെയിലി ഇൻകം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഒരു
കമ്പനിയിൽ അല്ലെങ്കിൽ മന്ത്ലി ഇൻകംസ് നമുക്ക് ആ ഒരു ഡാറ്റ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏത് ഐറ്റമാണ് കൂടുതൽ സെയിലാവുന്നതെന്ന് നമുക്കൊരു ഡാറ്റ സെറ്റ് കിട്ടിയാൽ, സെയിൽസിൻ്റെ ഡാറ്റ സെറ്റ് ആണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഡാറ്റ സയൻസ് എന്ന് പറയുന്നത് എന്താണ്, മാത്സിൻ്റെ കൺസെപ്റ്റ് വരുന്നുണ്ട്, കുറച്ച് മാത്തമാറ്റിക്സ് ഉണ്ട്, കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതേപോലെ തന്നെ പ്രോഗ്രാമിംഗ് നോളജ് കുറച്ച് വരുന്നുണ്ട്, ദെൻ ഡൊമൈനിൻ്റെ കുറച്ച് നോളജും കൂടി എന്തിൽ വേണം, ഡാറ്റ സയൻസ് ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് വേണം. നമുക്ക് ഏത് ടൈപ്പ് ഓഫ്, നമ്മൾ ഇന്നലെ കുറച്ച് ടൈപ്പ് ഓഫ് ഡാറ്റാസ് പറഞ്ഞായിരുന്നു അല്ലേ, സ്ട്രക്ചേർഡ് ഡാറ്റ ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ഡാറ്റ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. സോ ഏത് ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ സയൻസിൽ ഡീൽ ചെയ്യാൻ പറ്റും. സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, ഡാറ്റാ ബേസിൽ നിന്ന് എടുക്കുന്ന ഡാറ്റേനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്ട്രക്ചേർഡ് ഡാറ്റയ്ക്ക് എക്സാമ്പിൾ പറയാൻ പറ്റും. സോ ഒരു ഡാറ്റാ ബേസിൽ നിന്ന് എടുക്കുന്ന ഡാറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു ടാബുലർ ഫോമാറ്റിലായിരിക്കും. SQL ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ, നിങ്ങൾ SQL പഠിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ഹലോ. അതെ 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 സോ SQLൊക്കെ എങ്ങനെയായിരിക്കും ഡാറ്റ വരുന്നത്, ടാബുലർ ഫോമാറ്റിലായിരിക്കും വരുന്നത്. ഒരു റോസ് ഉണ്ടാവും, ഒരു കോളംസ് ഉണ്ടാവും. സോ എല്ലാ ഫീൽഡ്സും മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യും, ഫിൽഡ് ആയിരിക്കും. സോ അങ്ങനെയുള്ള ഒരു സ്ട്രക്ചേർഡ് ഡാറ്റ, ഒരു ടാബുലർ ഫോമാറ്റിലുള്ള ഡാറ്റേനെയാണ് എന്ത് പറയുന്നത്, സ്ട്രക്ചേർഡ് ഡാറ്റ എന്നൊക്കെ പറയുന്നത്. ഇനി അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ അതൊരു ടെക്സ്റ്റ് ആയിരിക്കാം, മേ ബി ഇമേജസ് ആയിരിക്കാം, വീഡിയോസ് ആയിരിക്കാം. ഇതിനൊക്കെ നമ്മൾ എന്താണ്, അൺസ്ട്രക്ചേർഡ് ഡാറ്റ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കസ്റ്റമർ റിവ്യൂസ് വെച്ചിട്ട് പ്രൊഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യുമല്ലോ, കസ്റ്റമർ റിവ്യൂസ് അനലൈസ് ചെയ്തിട്ട് പ്രൊഡക്റ്റിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എന്തൊക്കെയാണോ മൈനോറിറ്റി കസ്റ്റമർ റിവ്യൂവിൽ ഇടുന്നത് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈനോറിറ്റീസ്, നമുക്ക് നമ്മുടെ നെഗറ്റീവ്സ് ഒരാൾ പറഞ്ഞു തരുവാണെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റില്ലേ. സെയിം വേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രൊഡക്റ്റിൻ്റെ സെയില് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള ആ ഒരു സ്കെയില് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ അതൊരു എക്സാമ്പിളാണ്. സോ റിവ്യൂസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ടെക്സ്റ്റ് ആയിരിക്കും കണ്ടന്റ് വരുന്നത്. സോ അങ്ങനെയുള്ള റിവ്യൂസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സെയിൽ എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് നോക്കാൻ പറ്റും. സോ ഇതൊക്കെ നമ്മുടെ ഡാറ്റാ സയൻസിൽ വരുന്ന ഇംപ്ലിമെൻറ്റേഷൻസ് ആണ്. ദെൻ നെക്സ്റ്റ്, വൈ ഡാറ്റാ സയൻസ്, എന്തിനാണ് ഡാറ്റാ സയൻസ്? നമുക്ക് ഹ്യൂജ് ഡാറ്റ, എവിടേക്കാണോ ഡാറ്റ വരുന്നത് അവിടെയൊക്കെ എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, ഡാറ്റാ സയൻസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വരുന്നുണ്ട്. സോ നമുക്ക് അറിയാമല്ലോ, ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പോൾ ഒരു കോളേജ് എടുക്കുവാണ്, അവിടെ ഒത്തിരി ഡാറ്റാസ് വരുന്നില്ലേ, പുതിയ അഡ്മിഷൻസ്, സ്റ്റാഫ്സ്, സാലറി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെയും വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ആണെങ്കിലും അവിടെ ഒത്തിരി പേഷ്യൻസ് വരുന്നുണ്ട്, കുറേ മണി മാനേജ്മെൻറ്റ്, കുറേ മണി ഡീലിങ്സ് വരുന്നുണ്ട്, ഹെൽത്ത് കെയറിലായിക്കോട്ടെ, ഫിനാൻസിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ. സോ ഒത്തിരി ഡാറ്റ അവിടെയൊക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഡാറ്റാ സയൻറ്റിസ്റ്റിന് അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റിനൊക്കെ നമുക്ക് അവിടെ വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്കോപ്പ് ഉണ്ട്. ജോബിനായാലും അതേപോലെ തന്നെ വർക്ക്സ് നമുക്ക് ഒത്തിരി അവൈലബിൾ ആയിരിക്കും. സോ അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. സോ എവറി ഡേ നമുക്കറിയാം ഓൺലൈൻ പർച്ചേസ് ക്രിയേറ്റ് ആവുന്നുണ്ട്, ഒത്തിരി പർച്ചേസസ് നടക്കുന്നുണ്ട്, GPS യൂസ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ പോസ്റ്റ് നടക്കുന്നുണ്ട്. സോ അങ്ങനത്തെ കേസസിലൊക്കെ എന്താണ്, അവിടെ ഡാറ്റ ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. സോ നമുക്ക് ഒത്തിരി ഡാറ്റാസ് അവൈലബിൾ ആണ് പല പ്ലാറ്റ്ഫോമിലായിട്ടും പല ഫീൽഡിലായിട്ടും. സോ ആ ഡാറ്റാസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റും. സോ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, എന്തൊക്കെയായിരിക്കും ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നത്? നമ്മൾ നേരത്തെ സെയിൽസിൻ്റെ കേസ് പറഞ്ഞു അല്ലേ, കസ്റ്റമറിൻ്റെ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് നോക്കാൻ പറ്റും. എങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ എക്സ്പീരിയൻസ്, അവരുടെ റിവ്യൂ വാങ്ങിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ എക്സ്പീരിയൻസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതേപോലെ സ്ട്രാറ്റജിക് ഡിസിഷൻസ്, നമുക്കിപ്പോൾ ഓരോ സീസണൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സീസണൽ ആയിട്ടുള്ള ഓരോ ഐറ്റംസ് ഉണ്ടാവുമല്ലോ. സോ ഇപ്പോൾ ഐസ്ക്രീംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ സീസണിൽ അതിൻ്റെ സെയിൽ കൂടുതലായിരിക്കും. സോ അത് അനുസരിച്ചിട്ട് മാർജിൻ സ്കെയിൽ ഓരോ പ്രൊഡക്ട്സ് ഓരോ സീസണലായിട്ട് സെയിൽ കൂടുന്ന ഏതാണോ അതിൻ്റെ സ്റ്റോക്ക് കുറച്ച് ഇൻക്രീസ് ചെയ്താൽ നമുക്ക് ആ ഒരു സീസണിൽ പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ച് നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കയ്യിൽ ആ ഒരു സെയിൽസിൻ്റെ ഡാറ്റ കിട്ടുവാണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് കോസ്റ്റ്, അതായത് നമ്മളൊരു ഐറ്റത്തിന് ഇറക്കുന്ന കോസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ട് റവന്യൂ ഇൻക്രീസ് ചെയ്യാന്നുള്ളതായിരിക്കും ഏതൊരു ഓർഗനൈസേഷൻ്റെയും മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അതായത് പ്രോഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് കോസ്റ്റ് ഇറക്കുന്ന പൈസ കുറയ്ക്കുകയും വേണം, എന്നാൽ നമുക്ക് റവന്യൂവിൽ കൂടുകയും വേണം. സോ അങ്ങനെ മിനിമം ബഡ്ജറ്റ് വെച്ചിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കയ്യിൽ ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ. സോ നമുക്കൊരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ഡാറ്റ കിട്ടുവാണെങ്കിൽ നമുക്ക് ഉപകാരം ഉണ്ടോ? ഇല്ല. നമുക്ക് കിട്ടുന്ന ഡാറ്റേനെ എന്താക്കണം, മീനിങ് ഫുൾ ആക്കി എടുക്കണം. അതേപോലെ ട്രെൻഡ്സ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള ഡാറ്റാസ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡാറ്റേനെ അതേപോലെ ക്ലീൻ ചെയ്ത് റിഫൈൻ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ. നമ്മൾ ഫ്ലിപ്കാർട്ട് റെക്കമെൻഡേഷൻസ് കേട്ടിട്ടില്ലേ? മൂവി റെക്കമെൻഡേഷൻസ് ഉണ്ടാവുമല്ലോ. നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ട്സിനെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസേഴ്സ് പ്രിഫർ ചെയ്യുന്നതിനനുസരിച്ച് ഓരോ സെയിം പ്രിഫറൻസ് ഉള്ള യൂസേഴ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് യൂസർ എന്തെങ്കിലും സെപ്പറേറ്റ് ഡിഫറെൻ്റ് ആയിട്ട് പ്രിഫർ ചെയ്താൽ അത് നമുക്ക് സെക്കൻഡ് യൂസറിന് സജഷൻ ആയിട്ട് കൊടുക്കുന്ന കേസസ് ഉണ്ട്. സോ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ വെച്ചിട്ട് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. റെക്കമെൻഡേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡാറ്റ സയൻസിൽ നമുക്ക് ഡീൽ ചെയ്യുന്നുണ്ട്. സോ MLന്റെ ഇംപ്ലിമെൻറ്റേഷൻസും കാര്യങ്ങളും ഇതിലും വരുന്നുണ്ട്. സോ ഡാറ്റ സയൻസിൽ നമുക്ക് ML പോർഷൻസും വരുന്നുണ്ട്. സോ അത് രണ്ടും തമ്മിൽ കമ്പൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഡാറ്റ സയൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഡാറ്റ സയൻസിൻ്റെ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻ ആണ്. നമ്മൾ MLന്റെ വർക്ക് ഫ്ലോ പറഞ്ഞായിരുന്നു അല്ലേ? സെയിം തന്നെയല്ലേ? നമ്മൾ ഡാറ്റേനെ കളക്ട് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, ദെൻ എന്താണ് നമ്മൾ ആ ഡാറ്റേനെ വെച്ചിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്നു. സോ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഡാറ്റ കളക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി ഡാറ്റ സോഴ്സസ് ഉണ്ട്. സോ അതിൽ ഏത് സോഴ്സസ് ആണെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നമുക്ക് ഡാറ്റ ബേസിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ഒരു എക്സൽ ആയിരിക്കാം നമ്മുടെ ഡാറ്റ വരുന്നത്, അല്ലെങ്കിൽ ഒരു CSV ഫയൽ ആയിരിക്കും. സോ ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ ആണെങ്കിലും അതിനെ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നമുക്ക് ക്ലീൻ ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റ ക്ലീനിങ് ആണ്. സോ ക്ലീനിങ്ങിൽ വരുമ്പോൾ മിസ്സിംഗ് വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണം. അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വാല്യൂസ്, റോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യണം. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡാറ്റ ക്ലീനിങ്ങിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് EDA എന്ന് പറയുന്നത് എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ്. നമുക്കൊരു ഡാറ്റ സെറ്റിനെ ഇനീഷ്യലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് ഇത് EDA എന്ന് പറയുന്നത്. അതിൽ തന്നെ വരുന്നുണ്ട് ഒരു 7 സ്റ്റെപ്സ്. സോ ആ സ്റ്റെപ്സിൽ നമ്മൾ പാറ്റേൺസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഡാറ്റ സെറ്റിലുള്ള പാറ്റേൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യും. ഔട്ട്ലയേഴ്സ് എന്ന് പറയും. ഔട്ട്ലയേഴ്സ് കേട്ടിട്ടുണ്ടോ? ഹലോ? കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഔട്ട്ലെയർ കമ്പനി അല്ലേ? ഔട്ട്ലയർ ഫ്രീലാൻസർ കമ്പനി അല്ലേ? ലിങ്ക്ഡിനിലെല്ലാം കാണുന്നു. മനസ്സിലായില്ല. ഔട്ട്ലയർ ഔട്ട്ലെയർ എന്ന് ഉദ്ദേശിച്ചത് കമ്പനി അല്ലേ? കമ്പനി അല്ലേനോ? MNC അല്ലേ? അല്ല, അതല്ലത്. ഇത് നമ്മുടെ ഡാറ്റയിലുള്ള ഔട്ട്ലയേഴ്സ്. അതായത് നമുക്കിപ്പോ ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. അവരെ മാർക്സ് ഉണ്ട്, ഓവറോൾ മാർക്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ഓൾമോസ്റ്റ് എല്ലാ പിള്ളേർക്കും നമുക്കൊരു ആവറേജ് ലെവലാണ് മാർക്സ് ഉള്ളത്. ബട്ട് ഒരു സ്റ്റുഡൻറ്റിന് ഫുൾ മാർക്ക് ഉണ്ട്. സോ അങ്ങനത്തെ കേസിൽ ആ ക്ലാസ്സിൻ്റെ കംപ്ലീറ്റ് സ്റ്റുഡൻറ്റിൻ്റെ ആവറേജ് മാർക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? ഇപ്പോൾ 100 ആണ് ഒരു സ്റ്റുഡൻറ്റിനുള്ളത്, ബാക്കി എല്ലാവർക്കും 10, 20, 30, 50 എബോവ് വേറെ ആർക്കും ഇല്ല. ആ ഒരു സ്റ്റുഡൻറ്റിന് മാത്രമേ 100 ഉള്ളൂ. സോ നമ്മൾ ആവറേജ് എടുക്കുവാണെങ്കിൽ നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത്? 5 സ്റ്റുഡൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു സ്റ്റുഡൻറ്റിന് 100ഉം ബാക്കി സ്റ്റുഡൻറ്റിന് 10, 20, 30, 40 ഇതാണ് മാർക്സ് വരുന്നത്. സോ ഈ 5 സ്റ്റുഡൻ്റ് ഉള്ള ക്ലാസ്സിൻ്റെ ആവറേജ് മാർക്ക് എടുക്കുവാണെങ്കിൽ എത്രയായിരിക്കും കിട്ടുന്നത്? ഒരാൾക്ക് 100 ഉണ്ട്, ദെൻ 40, 30, 20 and 10. എത്രയായിരിക്കും വരുന്നത്? 50 ടോട്ടൽ മാർക്സ് എത്ര വരും? 40 ആണോ? 40 ആണോ വരിക? ജസ്റ്റ് ഒന്ന് പ്ലസ് ചെയ്ത് നോക്കിയേ. 100 200 ഒരാൾക്കുണ്ട്, അല്ലേ? പ്ലസ് 40 പ്ലസ് 30 40 പ്ലസ് 40 20 പ്ലസ് 10. സോ 200 ആയിരിക്കും വരും. ടോട്ടൽ 200 by മാർക്ക് എന്ന് 5. പറയുന്നത്. 200/5 എത്രയാ? 40 അല്ലേ? 40. ഓക്കെ. സോ
40 ആയിരിക്കും ആവറേജ് മാർക്ക് വരുന്നത്, പക്ഷെ ആക്ച്വലി 40 തന്നെയാണോ ആവറേജ് മാർക്ക് വരിക? അത് ആ ഒരു സ്റ്റുഡൻറ്റിന് 100 ഉള്ളത് കൊണ്ടാണ് ആവറേജ് മാർക്ക് 40 വരുന്നത്. ബട്ട് ആക്ച്വലി ആവറേജ് മാർക്ക് എത്രയാണ് വരേണ്ടത്? ശരിക്കും ലോജിക്കലി തിങ്ക് ചെയ്യുവാണെങ്കിൽ എത്രയാണ് വരേണ്ടത്? 10, 20, 30, 40 ആണെങ്കിൽ ജസ്റ്റ് ആ ലാസ്റ്റ് സ്റ്റുഡൻറ്റ് 100 മാർക്ക് കിട്ടിയ സ്റ്റുഡൻറ്റിനെ റിമൂവ് ചെയ്തിട്ട് ഒന്ന് ആവറേജ് ചെയ്ത് നോക്കിയേ. 100/4 വരും. എത്രയാണ്? 25 ആണ് ആക്ച്വലി 25. ആവറേജ് വരേണ്ടത് അല്ലേ? ബട്ട് ആ ഒരു സ്റ്റുഡൻറ്റിന് 100 മാർക്ക് ഉള്ളത് കൊണ്ടാണ് അവിടെ ഭയങ്കരമായിട്ട് നമ്മൾ ആ ഒരു ആക്ച്വൽ ആവറേജിൽ നിന്ന് വേരി ചെയ്ത് നിൽക്കുന്നത്. സോ അങ്ങനെ നമ്മുടെ ഡാറ്റ സെറ്റിൽ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ഡാറ്റേനേക്കാളും ഭയങ്കരമായിട്ട് ചേഞ്ച് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹൈ ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ലോ ആയിട്ടോ നിൽക്കുന്ന വാല്യൂസിനെയാണ് എന്ത് പറയുന്നത്? ഔട്ട്ലയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ 100 കിട്ടിയ സ്റ്റുഡൻറ് എന്ന് പറയുന്നത് അതൊരു ഔട്ട്ലയറാണ്. കാരണം ആക്ച്വലി ഉള്ള വാല്യൂസിനേക്കാളും ഒത്തിരി ഡിഫറൻസ് ഉണ്ട് അതിന്, അല്ലേ? ആ ഒരു ഡാറ്റ നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനോ വേറെ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യുന്നതിനോ ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് ആക്ച്വൽ വാല്യൂ നമുക്ക് അവിടെ കിട്ടില്ല. സോ അങ്ങനത്തെ വാല്യൂസിനാണ് ഔട്ട്ലയേഴ്സ് എന്ന് പറയുന്നത്. സോ ഔട്ട്ലയേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതൊക്കെ EDA വരുന്ന കൺസെപ്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ മറ്റേ ഗ്രാഫ് ഒക്കെ വരച്ചിട്ടില്ലേ? നമ്മുടെ 50%, 20%, പെർസെൻറ്റൈൽ, ക്വാണ്ടൈൽ കേട്ടിട്ടുണ്ടാവും? മാത്സിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നുണ്ടാവുമല്ലോ. സോ അങ്ങനത്തെ കൺസെപ്റ്റ് ഒക്കെ നമുക്ക് EDA വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീച്ചർ എഞ്ചിനീയറിംഗ് ആണ്. അതായത് പുതിയ നമ്മൾ ബെറ്റർ മോഡൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ ഓരോ അൽഗോരിതംസ് വെച്ചിട്ട് മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്ന കേസസ് ഒക്കെ പറഞ്ഞായിരുന്നു. സോ അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുവാണ്? പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ബെറ്റർ മോഡൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ദെൻ മോഡൽ ബിൽഡിങ്ങിന് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ML അൽഗോരിതംസ് തന്നെയായിരിക്കും. സോ നമ്മുടെ പാറ്റേൺസ് ഒക്കെ ലേൺ ചെയ്തതിന് ശേഷം മോഡൽസ് ബിൽഡ് ചെയ്യാനൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ML അൽഗോരിതംസ് അല്ലെങ്കിൽ ഡീപ്പ് ലേണിംഗ് അൽഗോരിതംസ്. ദെൻ അതും റെഡി ആയില്ലെങ്കിൽ നമ്മൾ NLP ഒക്കെ ഇപ്പോൾ ടെക്സ്റ്റൽ ഡാറ്റ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസിനൊക്കെ NLP കൺസെപ്റ്റ് ആയിരിക്കും മോസ്റ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ ആ കറസ്പോണ്ടിങ് അൽഗോരിതംസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ മോഡലിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് മോണിറ്ററിങ്. ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മോഡലിനെ പുഷ് ചെയ്യുക അല്ലെങ്കിൽ വെബിലോ മൊബൈലിലോ ഏതിലാണെന്ന് വെച്ചാൽ പുഷ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ വരുന്നത്. മോണിറ്ററിങ് എന്ന് പറയുമ്പോൾ പെർഫോമൻസ് ഓരോ ടൈം പീരീഡിൽ നമ്മളൊരു ആപ്പ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തീർന്നില്ല അല്ലേ? സോ ഓരോ ഇൻ്റർവെൽസിലും നമ്മളതിന് മോണിറ്റർ ചെയ്യണം. അതിൻ്റെ പെർഫോമൻസ് മോണിറ്റർ ചെയ്ത് എവിടേക്കാണ് മൈനോറിറ്റി അല്ലെങ്കിൽ ഇഷ്യൂസ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്താൽ മാത്രമേ ആ ഒരു ആപ്പിനൊരു റീച്ച് ഉണ്ടാവുള്ളൂ അല്ലേ? സോ അല്ലെങ്കിൽ ജസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഉള്ള ആപ്പ് എന്നുണ്ടെങ്കിൽ വല്ല കാര്യമുണ്ടോ? സോ അതിന് ലൈക്ക് മോഡിഫിക്കേഷൻസോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഒരു ആപ്പ് കംപ്ലീറ്റ് ആവില്ല അല്ലെങ്കിൽ യൂസ്ഫുൾ ആവില്ല ബാക്കിയുള്ളവർക്ക്. സോ എന്താണ് ഒരു പീരീഡ് ഓഫ് ടൈമിൽ അതെന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്ത് അതിൻ്റെ മൈനോറിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകണം. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡാറ്റ സയൻസ് കൺസെപ്റ്റിൽ നമ്മൾ എടുക്കുമ്പോൾ ഡാറ്റ ക്ലീനിങ്, കളക്ടിങ്, ക്ലീനിങ്, ദെൻ EDA സ്റ്റെപ്സ് നമ്മൾ ഫോക്കസ് ചെയ്യും. ഫീച്ചർ എഞ്ചിനീയറിംഗ്, മോഡൽ ബിൽഡിങ്, ദെൻ ലാസ്റ്റ് വൺ ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് മോണിറ്ററിംഗ് ആണ് മെയിനായിട്ട് വരുന്നത്. നമ്മളിപ്പോൾ ഒരു കുക്കിങ്ങിന് നോക്കുവാണെങ്കിൽ എന്തായിരിക്കും? കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം അല്ലേ? സോ ആ ഇൻഗ്രീഡിയൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ റെസിപ്പീസ് നമുക്ക് വേണം അല്ലേ? സോ ആ പ്രോസസ്സിനെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ പ്രോസസ്സ്, റെസിപ്പിക്ക് പകരം നമ്മളിവിടെ പ്രോസസ്സാണ്, ഡിഷിന് പകരം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻസൈറ്റ്സ് ആണ്. ഇൻസൈറ്റ്സ് മീൻസ് വിഷ്വലൈസേഷൻസ് കാര്യങ്ങളൊക്കെയാണ് മീൻ ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഡാറ്റ സയൻസിലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് ആണ്. മെഷീൻ ലേണിംഗ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? AI-ൻ്റെ ഒരു സബ്സെറ്റ് ആണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഡാറ്റയിൽ നിന്ന് ലേൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. അതായത് പാസ് ഡാറ്റ അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു ഡാറ്റ ആയിരിക്കുമല്ലോ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ഓൾറെഡി ഉള്ള ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു ഡാറ്റാ ബേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ഡാറ്റ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ അതിനെ എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു ഓൾറെഡി ഉള്ള പാസ്റ്റ് ഡാറ്റ വെച്ചിട്ട് ലേൺ ചെയ്തിട്ട് അതിൽ നിന്ന് പ്രിഡിക്ഷൻസും ഡിസിഷൻ മേക്കിങ്ങും ആണ് നമ്മൾ ML വെച്ചിട്ട് മെയിൻലി ചെയ്യുന്നത്.
സോ അതിൻ്റെ എക്സ്പീരിയൻസ് ത്രൂ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് പോലെയല്ല ML എന്ന് പറയുമ്പോൾ ഡാറ്റ പ്ലസ് ഔട്ട്പുട്ട് ഉണ്ടാവും. അതിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് റൂൾസും കൂടെ സെറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ML, മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് വേറെ ഒന്നും അതിൽ ടാസ്ക് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പ്രോഗ്രാമിങ്ങിൽ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി വേറെ ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ, സോ അത് വെച്ചിട്ട് വേണം നമുക്ക് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ മെഷീൻ ലേണിംഗിൽ വരുമ്പോൾ നമ്മൾ ML അൽഗോരിതംസ്, നമ്മൾ നല്ല കുറച്ച് ML അൽഗോരിതംസ് പറഞ്ഞായിരുന്നു. സോ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ദെൻ ഒരു കസ്റ്റമർ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓൾറെഡി ഉള്ള ഒരു ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇന്നലെ പറഞ്ഞായിരുന്ന മെഷീൻ ലേണിങ്ങിൻ്റെ ടൈപ്സ് 3 ടൈപ്പാണ് മെയിനായിട്ട് വരുന്നത്. നമ്മുടെ ലേബിൾഡ് ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ് പ്രിഫർ ചെയ്യുക. ഫസ്റ്റ് വൺ, ഇൻപുട്ട് ഡാറ്റ ലേബിൾഡ് ആയിരിക്കും. നമുക്ക് സ്പാമോ അല്ലെങ്കിൽ നോട്ട് സ്പാം എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നമ്മുടെ ആ ഒരു ഡാറ്റ സെറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഡാറ്റയിൽ നമുക്കുണ്ടാവും. സോ ലേബിൾഡ് ഡാറ്റ ആയിരിക്കും വരുന്നത്. മോഡൽ എക്സാമ്പിൾസിൽ നിന്ന് ലേൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ 2 ടൈപ്പാണ് അതിൽ എക്സാമ്പിൾ വരുന്നത്, റിഗ്രഷനും ഉണ്ട്, ക്ലാസിഫിക്കേഷനും ഉണ്ട്. ഇന്നലെ ജസ്റ്റ് പറഞ്ഞായിരുന്നു റിഗ്രഷനും ക്ലാസിഫിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ്. റിഗ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് വാല്യൂ ആയിരിക്കും. നമ്മൾ BMI ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ പോയിന്റ് വാല്യൂ മേ ബി കണ്ടിന്യൂസ് വാല്യൂ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഗ്രഷനിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. ക്ലാസിഫിക്കേഷൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഇമെയിൽ സ്പാം ആണോ അല്ലെങ്കിൽ നോട്ട് സ്പാം ആണോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ടാർഗറ്റ് കോളത്തിലെ വാല്യൂ എന്ന് പറയുന്നത് സ്പാം അല്ലെങ്കിൽ നോട്ട് സ്പാം. ഈ 2 വാല്യൂസ് അല്ലാതെ പുറത്തുനിന്ന് വേറെ അഡീഷണൽ വാല്യൂസ് ഒന്നും ഔട്ട്പുട്ട് ആയിട്ട് വരില്ല. സോ കൃത്യമായി നമ്മുടെ ടാർഗറ്റ് കോളം ഡിഫൈൻഡ് ആയിട്ടുള്ളതിനെ ക്ലാസിഫിക്കേഷൻ എന്നും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഹൗസ് പ്രൈസ് പ്രഡിക്ഷൻ ഒക്കെ ആണെങ്കിൽ റിഗ്രഷൻ ആയിട്ടായിരിക്കും വരുന്നത്. കാരണം ഓരോ സ്ഥലത്തിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, വാല്യൂ ഓരോ ഹൗസിനായിക്കോട്ടെ ആ ഒരു ഏരിയ വെച്ചിട്ട് വാട്ടർ റിസോഴ്സസ് അവൈലബിൾ ആണോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് എന്നൊക്കെയുള്ള സർവീസസിന് ട്രാൻസ്പോർട്ടേഷൻസ് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു ഹൗസിൻ്റെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ കേസിലൊക്കെ റിഗ്രഷൻ ആയിരിക്കും വരുന്നത്. നമുക്ക് ഫിക്സഡ് എമൗണ്ട് 100% പറയാൻ പറ്റില്ല. പക്ഷേ ക്ലാസിഫിക്കേഷൻ കേസിൽ വരുമ്പോൾ ഒരു ഫിക്സഡ് സെറ്റ് ഓഫ് വാല്യൂസ് ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. സോ അതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ വരുന്ന റിഗ്രഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. അൺലേബിൾഡ് ഡാറ്റ ആയിരിക്കും വരുന്നത്, ലേബിൾഡ് ആയിരിക്കില്ല. സോ അങ്ങനത്തെ ഡാറ്റനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പാറ്റേൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആ ഓൾറെഡി ഉള്ള ഡാറ്റയിലെ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത്. ക്ലസ്റ്ററിങ്ങും ഡയമെൻഷനാലിറ്റി റിഡക്ഷനും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ അൺലേബിൾഡ് ഡാറ്റേനെ നമ്മൾ അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു പറഞ്ഞായിരുന്നു. ദെൻ റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് ഒരു ഗെയിം കളിക്കുന്ന പോലെ നമ്മൾ ഫീഡ്ബാക്ക് ത്രൂ നമ്മൾ ഗെയിം കളിക്കുന്ന പോലെ ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് മറ്റേ ട്രയൽ ആൻഡ് എറർ ഫോമാറ്റ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. സോ ആ ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റിവാർഡ് അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് കൊടുക്കുന്ന രീതിക്കാണ് എന്ത് വർക്ക് ചെയ്യുക, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വർക്ക് ചെയ്യുന്നത്. ഈ റോബോട്ടിക്സിലൊക്കെ മോസ്റ്റ്ലി റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചാറ്റ് ബോട്ട്സ് ഒക്കെ ആയിട്ട് ഗെയിം കളിക്കും, ചെസ് ഗെയിം കളിക്കുന്നത് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അതേപോലെ തന്നെ സെൽഫ് ഡ്രൈവിംഗ് കാർസ്, അതൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഡാറ്റാ സയൻസും MLഉം കണക്ട് ചെയ്തിരിക്കുന്നത്? അതായത് നമ്മൾ ML ഒരു ടൂളായിട്ട് തന്നെ നമ്മൾ ഡാറ്റാ സയൻസിൻ്റെ ഉള്ളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ ഡാറ്റാ സയൻസിൽ നമ്മൾ പ്രിഡിക്ഷൻസും കാര്യങ്ങളും പറഞ്ഞല്ലോ, അതൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മുടെ പാറ്റേൺ ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി നമ്മൾ ഡിസിഷൻ മേക്കിംഗ് അതൊക്കെ കംപ്ലീറ്റ്ലി നമ്മൾ ഡീൽ ചെയ്യുന്നത് മെഷീൻ ലേണിംഗ് അൽഗോരിതം വെച്ചിട്ടാണ്. ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത് ഒരു വലിയ ഫീൽഡാണ്. സോ അതിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, മെഷീൻ ലേണിംഗ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. AI വരുന്ന പോർഷനാണ്, ബട്ട് സ്റ്റിൽ നമ്മൾ ഡാറ്റാ സയൻസിലും മെഷീൻ ലേണിംഗ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ പ്രിഡിക്ഷനും ഓട്ടോമേഷനും ആണ് നമ്മൾ മെയിൻലി മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. കണക്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ പ്രിഡിക്ഷൻ്റെ കേസസിൽ അല്ലെങ്കിൽ പാറ്റേൺ ഡിറ്റക്ഷൻ, ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ആണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് റെക്കമെൻഡേഷൻ സിസ്റ്റംസ്. സോ റെക്കമെൻഡേഷൻ സിസ്റ്റംസിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, അവിടെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഡാറ്റാ സയൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ മാപ്പിൽ റൂട്ട് പ്രിഡിക്റ്റ് ചെയ്യുന്നത്,
സോ അങ്ങനത്തെ കേസസിന്, അതേപോലെ ബാങ്കിലെ ഫ്രോഡ് ഡിറ്റക്ഷൻ, അതുപോലെ നമ്മൾ എന്താ പറയുക ഫേക്ക് കറൻസി ഡിറ്റക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ബാങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഹെൽത്ത് കെയറിൽ ഡിസീസ് പ്രഡിക്ഷൻ, നമ്മൾ ക്യാൻസർ പ്രഡിക്ഷൻ ഒക്കെ കേട്ടിട്ടുണ്ടോ അല്ലേ? സോ അങ്ങനത്തെ കേസസിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഡാറ്റാ സയൻസിനെ ഇംപ്ലിമെൻറ്റേഷൻ പറ്റും. നമ്മൾ മെയിൻലി സോ ഇങ്ങനെയുള്ള ഒത്തിരി ഫീൽഡ്സിൽ നമുക്ക് ഡാറ്റാ സയൻസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വരുന്നുണ്ട്. ദെൻ ഇതിന് മെയിനായിട്ട് വേണ്ടത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണം. ഐദർ പൈത്തൺ അല്ലെങ്കിൽ ആർ പ്രോഗ്രാമിംഗ് ആണ് വേണ്ടത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു മാത്സ് വേണം എന്നുള്ളത് പറഞ്ഞായിരുന്നു. സോ അൽഗോരിതംസ് മനസ്സിലാക്കാനും അതേപോലെ പ്രോബബിലിറ്റി, ഡിസ്ട്രിബ്യൂഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. നമ്മൾ ചൂസ് ചെയ്യുന്നത് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് കേട്ടോ. കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാനും അതേപോലെ തന്നെ കുറേയും കൂടി പവർഫുൾ ലൈബ്രറീസ് നമുക്ക് പൈത്തണിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തൺ ആണ്. ദെൻ കുറച്ച് മാത്തമാറ്റിക്കൽ അൽഗോരിതംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ ഡാറ്റ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ SQL, അതായത് ഡാറ്റാബേസസ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പാണ്ടാസ് യൂസ് ചെയ്യുന്നുണ്ട് ഡാറ്റ മാനിപ്പുലേഷന് വേണ്ടിയിട്ട്. നമ്മൾ പൈത്തണിൻ്റെ തന്നെ ലൈബ്രറിയാണ് പാണ്ടാസ് എന്ന് പറയുന്നത്. പൈത്തണിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലൈബ്രറിയാണ്. സോ പാണ്ടാസ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റേനെ മാനിപ്പുലേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ദെൻ ML ലൈബ്രറീസ്, നമ്മൾ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് ഇൻസൈറ്റ് ചാർട്ട്സ്, അതായത് നമ്മൾ ചാർട്ട്സ് ത്രൂ നമ്മുടെ ഡാറ്റയാണ്, നമുക്ക് ഇപ്പോൾ ഒരു വലിയൊരു ഡാറ്റ സെറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. നമുക്ക് ചിലപ്പോൾ പ്രോഗ്രാമേഴ്സിന് അല്ലെങ്കിൽ നമ്മളൊക്കെ ഫെമിലിയർ ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ക്യാച്ച് ആവും. ബട്ട് ഔട്ട്സൈഡ് ഉള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ നമ്മളൊരു കമ്പനിയിലത്തെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ട് ആ കമ്പനിയിലത്തെ ഒരു സാറിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ആ ഡാറ്റ വെച്ചിട്ട് ആ ഒരു എക്സൽ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്ര ഈസി ആയിട്ട് കൺവേ ആയിന്ന് വരില്ല. നമ്മൾ പറയുന്ന കൺസെപ്റ്റ് പ്രോപ്പർലി മറ്റേ ആൾക്ക്, അപ്പുറത്തിരിക്കുന്ന ആൾക്ക്, നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് പ്രോപ്പർലി എത്തിയെന്ന് വരില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വിഷ്വലൈസേഷൻസ് യൂസ് ചെയ്യുന്നത്. സോ വിഷ്വലൈസേഷൻ യൂസ് ചെയ്യുന്നതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആൾക്ക് നമ്മൾ എന്താ പറയുക, ഗ്രാഫൊക്കെ ആണെന്ന് വെച്ചാൽ പെട്ടെന്ന് എല്ലാവർക്കും ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രാഫ്സിനൊക്കെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അല്ലേ? സോ ഗ്രാഫ് ഫോമാറ്റിലുള്ള ഡാറ്റ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് വേരിയേഷൻ വരുന്നതെന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി വിഷ്വലൈസേഷൻ യൂസ് ചെയ്യുന്നത്. സോ എന്താണ് നമ്മൾ ആ ഡാറ്റയെന്ന് കണ്ടുപിടിച്ചത്, നമുക്ക് എന്താണ് ആ ഡാറ്റയെ കുറിച്ച് മനസ്സിലായത്, ആ ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. സോ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈബ്രറീസ് ആണ് മാറ്റ്പ്ലോട്ലിബ്, സീബോൺ, അതേപോലെ നമുക്ക് വിഷ്വലൈസേഷൻ ടൂൾസ് ഉണ്ട്, പവർ BI, ടാബ്ലൂ എന്നൊക്കെ പറയുന്ന വിഷ്വലൈസേഷൻ ടൂൾസ് ഉണ്ട്. സോ ആ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ വിഷ്വലൈസേഷൻ കുറച്ചും കൂടി ബെറ്ററായി ഇംപ്രൊവൈസ്ഡ് വേർഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ ML ലൈബ്രറീസ്, നമ്മൾ സൈക്കിറ്റ് ലേൺ, ടെൻസർഫ്ലോ, കേറാസ്, മോഡൽ ബിൽഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈബ്രറീസ് ആണ് ഇതൊക്കെ. സോ ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോണത്. സോ SQL നിങ്ങൾ ഓൾറെഡി കവേർഡ് ആണ്, പൈത്തണും നിങ്ങൾ കവേർഡ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദെൻ നമ്മൾ പാണ്ടാസ് വെച്ചിട്ടായിരിക്കും, NumPy പാണ്ടാസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഡാറ്റാ സയൻസിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിറ്റുവേഷൻ, ഇപ്പം നമുക്ക് സെയിൽസിൽ പെട്ടെന്നൊരു ഡൗൺ വന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ പാളിച്ചകൾ പറ്റുന്ന കേസസിൽ ഏതെങ്കിലും എന്താ പറയുക പ്രോബ്ലം, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒന്നുമില്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്റ്റേബിളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഇൻക്രിമെൻ്റ് വരുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അങ്ങനെ പല സിറ്റുവേഷൻസ് നമുക്ക് വരാം. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ പ്രോബ്ലം എന്താണ് ഡിഫൈൻ ചെയ്യണം. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യണം, നമ്മുടെ ഡാറ്റ, നമുക്ക് കിട്ടുന്ന ഡാറ്റ എന്തൊക്കെയാണ്, സോഴ്സസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ചൂസ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ എന്താണ് സോൾവ് ചെയ്യാൻ നോക്കുന്നത് എന്നുള്ള പ്രോപ്പർ ക്ലാരിഫിക്കേഷൻ നമുക്ക് വേണം. സോ എന്താണ് നമ്മുടെ പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്ത് നമുക്ക് ഒരു ഐഡിയ വേണം, എന്താണ് നമ്മൾ ഈ ഒരു ഡാറ്റ വെച്ചിട്ട്, നമുക്ക് കിട്ടാൻ പോകുന്ന ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്താണ് സോൾവ് ചെയ്യാൻ നോക്കുന്നതെന്നുള്ളൊരു ഐഡിയ വേണം, നമ്മൾ എന്താണ് ട്രൈ ചെയ്യുന്നതെന്നുള്ളൊരു ഐഡിയ വേണം. ദെൻ സെക്കൻഡ് വൺ, നമുക്ക് എന്താണ് റിക്വയർഡ് ആയിട്ടുള്ള ഡാറ്റാസ് വേണം. സോ അതിനെ കളക്ട് ചെയ്യണം. ദെൻ എന്താണ് പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ മീൻസ് നമുക്ക് കിട്ടുന്ന ഡാറ്റനെ ഡയറക്റ്റ്ലി നമുക്ക് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ മോഡൽ ക്രിയേഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കുറച്ച് ക്ലീനിങ് പ്രോസസ്സ് ഉണ്ട്, അതിനെ സ്ട്രക്ചർ ചെയ്ത് റെഡിയാക്കി വെക്കണം. സോ അതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, പ്രിപ്പയർ ഡാറ്റേനെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഓക്കെ, സോ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഡാറ്റയിലെ പാറ്റേൺസിനെ, ട്രെൻഡ്സിനെയൊക്കെ അനലൈസ് ചെയ്ത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്
മോഡലിംഗ് ആണ്. നമുക്ക് കിട്ടിയ ഡാറ്റ എന്ത് ചെയ്യണം, ട്രെയിനിങ്ങിനും ടെസ്റ്റിങ്ങിനും നമ്മുടെ ML മോഡൽ വെച്ചിട്ട് ട്രെയിൻ ടെസ്റ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ട്രെയിനിങ്ങിന് കുറച്ച് പെർസെൻറ്റേജ്, ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി നമുക്ക് കിട്ടിയ ഡാറ്റേനെ അങ്ങനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രെയിനിങ് ചെയ്യാൻ കൊടുക്കാൻ പറ്റില്ല. കാരണം അത് കംപ്ലീറ്റ്ലി ആ ഒരു മോഡൽ അതങ്ങ് പഠിച്ചു വെക്കും. സോ അതിൽ നിന്ന് ഡാറ്റാസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 100% ആക്യുറസിയിലൊക്കെ ഔട്ട്പുട്ട് തരുമായിരിക്കും. ബട്ട് എക്സ്റ്റേണലി നമ്മളൊരു ഡാറ്റ ഇട്ട് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ്ലി റിവേഴ്സ് ആയിട്ടുള്ള നെഗറ്റീവ് ഔട്ട്പുട്ടാണ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതൊരു പ്രോപ്പർ ആയിട്ടുള്ള വേ അല്ല, അല്ലേ? സോ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിനിങ്ങും സ്പ്ലിറ്റിങ്ങും, ട്രെയിനിങ്ങിനും ടെസ്റ്റിങ്ങിനും വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഐദർ 80:20 അങ്ങനത്തെ ഒരു ഫോമാറ്റിലായിരിക്കും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ട്രെയിനിങ്ങിന് 80%, ടെസ്റ്റിങ്ങിന് 20%, അല്ലെങ്കിൽ 70-30 ആ ഒരു ഫോമാറ്റിലൊക്കെയാണ് നമ്മൾ മെയിൻലി സ്പ്ലിറ്റ് ചെയ്യുക. സോ 70% ട്രെയിനിങ്, 30% ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രെയിനിങ് ഇപ്പോൾ 70% ഡാറ്റ കൊടുത്ത് ട്രെയിൻ ചെയ്താലും ബാക്കി 30% വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും നമ്മുടെ മോഡലിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. സോ നമ്മുടെ കയ്യിൽ ആക്ച്വൽ ഔട്ട്പുട്ടും ഉണ്ടാവും കയ്യിൽ. നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും കണ്ടുപിടിക്കാൻ എവിടേക്കാണ് മിസ്റ്റേക്ക് വരുന്നത്, എത്രത്തോളം ആക്യുറസി ഉണ്ട് എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അതാണ് മോഡലിങ്ങിൽ വരുന്നത്. ദെൻ ഓരോ ML മോഡൽസിലും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കും. ആ ഡാറ്റേനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അൽഗോരിതംസ് ചൂസ് ചെയ്യുന്നത്. ദെൻ 6th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ആണ്. നമ്മൾ ആക്യുറസി, പെർഫോമൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏത് മോഡലാണ് ബെറ്റർ പെർഫോമൻസ് തരുന്നതെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് ബെസ്റ്റ് പെർഫോം ചെയ്യുന്ന മോഡലിനെ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ദെൻ ആ ഒരു മോഡലിനെ നമ്മൾ എന്ത് ചെയ്യും, ഹലോ മൈക്ക് ഓൺ ആണ്, വീഡിയോ ഓൺ ആണ്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിപ്ലോയ്മെന്റ് ആണ്. ഡിപ്ലോയ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോണിറ്റർ ചെയ്യാം, പെർഫോമൻസ് ട്രാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുവാണ്, നമ്മുടെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ പ്രിഡിക്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ്, ഒരു കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന സ്റ്റുഡൻസിനെ പ്രിഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഡാറ്റ സയൻസിൻ്റെ ലൈഫ് സൈക്കിളിൽ വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ദെൻ ടൂൾസ് ആൻഡ് ടെക്നോളജീസ്, നമ്മൾ പൈത്തൺ ആണ് ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് ജുപ്പിറ്ററോ അല്ലെങ്കിൽ കൊളാബോ യൂസ് ചെയ്യാം. ജുപ്പിറ്റർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനക്കൗണ്ട് നാവിഗേറ്ററിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ, ജുപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല നെറ്റ് കണക്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ കൊളാബ് യൂസ് ചെയ്യാം കേട്ടോ. സോ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ജുപ്പിറ്റർ നോട്ട്ബുക്ക് വേണമെങ്കിൽ നെക്സ്റ്റേക്ക് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ദെൻ ഗൂഗിൾ കൊളാബ് ആണെങ്കിൽ ഇൻസ്റ്റാളേഷൻ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഗൂഗിൾ കൊളാബിന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ദെൻ നമ്മുടെ ഡ്രൈവിലായിരിക്കും ആ ഫയൽസ് സേവ് ആവുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ലൈബ്രറീസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. NumPy, Pandas, Scikit-learn, TensorFlow, Keras. ദെൻ ഇത് കൂടാതെ Matplotlib ഉണ്ട്, Seaborn ഉണ്ട്. ഇങ്ങനെയുള്ള ലൈബ്രറീസ് ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യും. ദെൻ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന പവർ BI, ടാബ്ലൂ ഉള്ള ഡാഷ്ബോർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എക്സലിൽ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് പവർ BIയിലും ടാബ്ലൂയിലൊക്കെ നമുക്ക് ഡാഷ്ബോർഡ്സ്, നമ്മുടെ ആ കിട്ടിയ ഡാറ്റ വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡാഷ്ബോർഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് പവർ BI, ടാബ്ലൂ ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമുക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ എൻഡ് ടു എൻഡ് സൊല്യൂഷൻ ടു ഡിസൈനർ എന്നുള്ള രീതിക്ക് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഡാറ്റ സയൻസ് എന്നുള്ള റൂളിലേക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ML എഞ്ചിനീയർ ആണെങ്കിൽ ML പൈപ്പ് ലൈൻ മോഡൽസ് എന്ന് പറയും. സോ ആ ഒരു കൺസെപ്റ്റിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആണെന്നുണ്ടെങ്കിൽ ML എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് ജോബ് അപ്ലൈ ചെയ്യാം. ദെൻ AI റിസർച്ച് എന്ന് പറയുമ്പോൾ തിയറൈസിങ്, ടെസ്റ്റിംഗ്, പുതിയ AI മോഡൽസ്, AI മെത്തേഡ്സിനൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ചും കൂടി താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചൂസ് ചെയ്യാം, AI റിസർച്ചർ ചൂസ് ചെയ്യാം. അതേപോലെ ഡാറ്റ അനലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിട്ടുന്ന ഡാറ്റേൻ്റെ റിപ്പോർട്ടിങ്ങും ട്രെൻഡ്സ് കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ബെസ്റ്റ് പെർഫോമിംഗ് മോഡൽ അല്ലെങ്കിൽ നല്ലൊരു ബെറ്റർ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഒരു ഡാറ്റ അനലിസ്റ്റിൻ്റെ ജോബ് റോൾ വരുന്നത്. ദെൻ ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുമ്പോൾ
ബിസിനസ്സിനെയും ഡാറ്റ ടീമിനെയും തമ്മിൽ ലിങ്ക് ചെയ്യാന്നുള്ളൊരു പർപ്പസ് ആയിരിക്കും വരുന്നത്. സോ ഇതിൽ ഏത് ജോബ് ആണെങ്കിലും നമുക്ക് മെയിൻലി വേണ്ടത് കണ്ടിന്യൂസ് ലേണിംഗ് എബിലിറ്റി ആണ്. ദെൻ നല്ലൊരു പോർട്ട്ഫോളിയോ വേണം, ബെറ്റർ എക്സ്പീരിയൻസ്, ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് വേണം. ദെൻ അത്യാവശ്യം പ്രാക്ടീസ്, വർക്ക് ചെയ്തിട്ടുള്ള പ്രാക്ടീസും കൂടി വേണം. അതായത് ഒത്തിരി ഡാറ്റ ആയിട്ടും പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു പ്ലസ് ആണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ചാർട്ട്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ചാർട്ട്സ് കാര്യങ്ങൾ ഇതേപോലെ വിഷ്വലൈസേഷൻ ഒക്കെയാണ് നമ്മൾ മെയിൻലി ക്രിയേറ്റ് ചെയ്യുക. സോ നമ്മൾ ലൈബ്രറീസ് വെച്ചിട്ട് വിഷ്വലൈസേഷൻ ചെയ്ത് നോക്കും. അതേപോലെ ഗ്രാഫ്സ്, ഇതുപോലുള്ള ഗ്രാഫ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ തിയറി കൺസെപ്റ്റിൽ മെയിനായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ജുപ്പിറ്റർ നോട്ട്ബുക്ക്. നിങ്ങൾ ഏതാ ചൂസ് ചെയ്യുന്നത്? ജുപ്പിറ്റർ നോട്ട്ബുക്ക് തന്നെയാണോ അതോ കൊളാബ് ആണോ? നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ? ഏത് ഐഡിയ ആണ് ചൂസ് ചെയ്യുന്നത്? ജസ്റ്റ് കൊളാബ് എങ്ങനെ എടുക്കുന്നതെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ജസ്റ്റ് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക ഗൂഗിൾ കൊളാബ്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, വെൽക്കം ടു കൊളാബ് എന്നുള്ളത്. ജസ്റ്റ് അത് ചൂസ് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ കേട്ടോ, ഗൂഗിളിൻ്റെ ആണ് ഗൂഗിൾ കൊളാബ് എന്ന് പറയുന്നത്. ജസ്റ്റ് വെൽക്കം ടു കൊളാബ് എന്നുള്ള ആ ഒരു ഐക്കൺ, ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് കുറച്ച് ടൈം എടുക്കൂട്ടോ ലോഡ് ചെയ്യാൻ. ഇതിൽ ഓൾറെഡി ഇതുണ്ട്, കോഡൊക്കെ ഉള്ളതുണ്ട്. സോ ഇതിൻ്റെതായ ഡിലേസ് ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ ബ്രൗസറിൽ ഗൂഗിൾ കൊളാബിന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും ഫയൽസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. സോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള ഫയൽസ് ഒക്കെ എനിക്ക് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരുന്നുണ്ട്. സോ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഫയൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. സോ ആസ് എ ബിഗിനർ നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂ നോട്ട്ബുക്ക്, ഇവിടെ ഒരു ന്യൂ നോട്ട്ബുക്ക് ഓപ്ഷൻ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യാം. സോ പുതിയൊരു നോട്ട്ബുക്ക് ക്രിയേറ്റ് ആവും. കുറച്ച് ടൈം എടുക്കും കേട്ടോ, നെറ്റ് വേണം അത്യാവശ്യം നല്ല സ്പീഡിൽ. ഓക്കെ, സോ ഇപ്പം നമുക്ക് ഇത് വന്നിട്ടുണ്ട്, നമ്മുടെ കൊളാബിലെ ഒരു നോട്ട്ബുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും ബിഗിനർ ലെവലിൽ നമുക്കൊരു നോട്ട്ബുക്ക്, കൊളാബിൻ്റെ നോട്ട്ബുക്ക് നമുക്ക് ക്രിയേറ്റ് ആവുന്ന. ഈ റിലീസ് നോട്ട്സ് ഫ്രീ ടൈം ഉള്ളപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ തൽക്കാലം അതെന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഇവിടെ കണ്ടോ കണക്ട് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ടോ, അത് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. നമ്മുടെ കേർണലുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ കേർണലായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കോഡ് സെൽ ബൈ സെല്ലായിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. സോ കൊളാബിൽ യൂസ് ചെയ്യുന്നവർ ഇവിടെ കണക്റ്റിങ് കൊടുക്കണം. നമ്മുടെ കേർണൽ ചൂസ് ചെയ്യുക, എന്നിട്ട് കൊടുക്കുക. ദെൻ ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നമ്മളിവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമുക്ക് ഫയൽ നെയിം, നമ്മുടെ നോട്ട്ബുക്കിൻ്റെ നെയിം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടോ ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. സോ റാം ഡിസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിവിടെ വരും. ഡ്രൈവിലായിരിക്കും നമ്മൾ ഈ ഫയൽസ് ഒക്കെ സേവ് ആവുന്നത്. സോ എന്താണ് ഫയൽ നെയിം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി.
ഇവിടെ അൺടൈറ്റിൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ടെക്സ്റ്റ് കണ്ടന്റ് IPYNB പൈത്തൺ നോട്ട്ബുക്കിന്റെ പൈത്തൺ നോട്ട്ബുക്ക് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. സോ ഫയൽ നെയിം സേവ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഫയൽ നെയിം ചൂസ് ചെയ്യാം. സോ ഫസ്റ്റ് ഫയൽ എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്യുന്നത്. ജസ്റ്റ് റീനെയിം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഫയലിൽ എന്ത് ചെയ്യാം, റീനെയിം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് ആക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ മറ്റൊരാൾക്ക് നമ്മുടെ നോട്ട്ബുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷെയർ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മൾ ഓൾറെഡി ചെയ്ത കോഡ് വേണമെങ്കിൽ വേറൊരു ആൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ നമുക്കത് പോസിബിൾ ആണ്. സോ മെയിൽ ID വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ലിങ്ക് ആയിട്ട് കൊടുക്കണമെങ്കിൽ അത് നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, കണ്ടോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം, മെയിൽ ID ചൂസ് ചെയ്ത് കൊടുത്താൽ അത് വരും. ഓക്കെ, റെസ്ട്രിക്റ്റ് ചെയ്യണമെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യാം. ദെൻ ലിങ്ക് ആയിട്ട് കൊടുക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് കോഡ് കൊടുക്കാനുള്ളതാണ്. ഇവിടെ ഉണ്ടോ ഒരു പ്ലേ ബട്ടൺ, ഇത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സെൽ ബൈ സെല്ലിനെയും റൺ ചെയ്യിക്കുന്നത്. ഇനി നമുക്ക് പുതിയൊരു സെല്ല് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോഡിൻ്റെ അവിടെ പ്ലസ് കൊടുക്കാം. ഫസ്റ്റ് സെല്ല് റൺ ആയതുകൊണ്ടാണ് 0 seconds 0 ഫസ്റ്റ് സെല്ല് എന്നുള്ള രീതിക്ക് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് റൺ ചെയ്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് സെല്ലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഉണ്ടോ, ഇതും 0 ടൈമാണ് റൺ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ കോഡ് കൊടുക്കുന്നതിനനുസരിച്ച് 0 1 2 എന്ന് പറഞ്ഞിട്ട് നമ്പേഴ്സ് ആയിട്ടായിരിക്കും ഇവിടെ വരുന്നത്. ഇനി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ ഒരു ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കൊടുക്കാം, അല്ലെങ്കിൽ സെല്ലിനെ ക്ലിക്ക് ചെയ്യുക, അത് റൺ ചെയ്യലായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് DD എന്ന് പറഞ്ഞ ക്ലിക്ക് ചെയ്താലും മതി. DD അല്ല, ഇതാണ് Ctrl+M+D. Ctrl+MD ക്ലിക്ക് ചെയ്താൽ ആ ഒരു സെല്ലിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബിലോ ഈ ഒരു സെല്ലിന് താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പുതിയൊരു സെല്ല് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ B ക്ലിക്ക് ചെയ്താൽ മതി. ബിലോ താഴെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് B ക്ലിക്ക് ചെയ്യുക. ഇന്നർ കണ്ടന്റിൽ സെലക്ട് ചെയ്തിട്ട് ആവരുത് ചെയ്യുന്നത്, ഇവിടെ ഔട്ടർ ഈ ഒരു സെല്ലിലായിരിക്കണം സെലക്ട് ആവേണ്ടത്. ഓക്കെ, ഇന്നർ കണ്ടന്റിൽ ആവരുത്, ഔട്ടർ കണ്ടന്റിലായിരിക്കണം സെലക്ട് ചെയ്യുന്നത്. ദെൻ എബോ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ A ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ കീബോർഡിലുള്ള ക്യാപ്സ് ലോക്കിൻ്റെ അപ്പുറത്തുള്ള A ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എബോ നമ്മൾ സെലക്ട് ചെയ്ത് സെല്ലിൻ്റെ ടോപ്പിൽ എബോവിൽ നമുക്ക് പുതിയൊരു സെല്ല് ക്രിയേറ്റ് ചെയ്യാം. താഴെയാണെങ്കിൽ B എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് കമൻറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുത്താൽ മതി, ഇവിടെ ടെക്സ്റ്റ് പ്ലസ് കൊടുത്താൽ മതി. ദെൻ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് ടെക്സ്റ്റ് കണ്ടന്റ് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. സോ ക്ലോസ് ചെയ്യുക. സോ ആ ഒരു കണ്ടന്റ് ഇതുപോലെ ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ആവുന്നത്. ഓക്കെ, നമുക്ക് ഇതിൽ മോഡിഫിക്കേഷൻസ് എത്തുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ബോൾഡ് ആക്കാൻ പറ്റും. സോ ഒരു ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിന്റെ പ്രിവ്യൂ ആണ് അപ്പുറത്ത് നമുക്ക് കാണുന്നത് കേട്ടോ. സോ ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം. ഇവിടെ ഡബിൾ സ്റ്റാർ വന്നിട്ടുണ്ട്, സോ അവിടെ ബോൾഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇറ്റാലിക് ആക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റാറും കൂടി കൂടുതൽ വന്നിട്ടുണ്ട്. സോ ട്രിപ്പിൾ സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റാലിക്സിൽ നമുക്ക് കണ്ടന്റ് കൊടുക്കാൻ പറ്റും. ദെൻ സൈസ് വലുതാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു T എന്ന് പറഞ്ഞിട്ടുള്ള ടോഗിൾ ഹെഡർ കൊടുത്താൽ മതി, വലുതാക്കാനും ചെറുതാക്കാനും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതെന്താണ്, ഫോമാറ്റ് ആസ് കോഡിൻ്റെ ഫോമാറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് വേണ്ട, നമുക്ക് നോർമൽ ടെക്സ്റ്റ് കണ്ടന്റ് പോലെ തന്നെ മതി. പിക്ചേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അതേപോലെ ലിങ്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതെന്താണ്, കോഡ്സ്, ബ്ലോക്ക് കോഡ്സ്, മൾട്ടിപ്പിൾ ലൈൻ ഓഫ് കോഡ്സ് നമുക്ക് കമൻ്റ് ആയിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് കോഡ്സിൽ നമുക്ക് ആഡ് ചെയ്യാം. അതേപോലെ ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും കമൻ്റ് ആയിട്ട് നമ്മുടെ കോഡിന് കറസ്പോണ്ടിങ് ടെക്സ്റ്റ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ നമ്പേർഡ് ലിസ്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം. അതേപോലെ ബുള്ളറ്റ് ലിസ്റ്റ് ഉണ്ട്. ഇതെന്താണ്, ഹൊറിസോണ്ടൽ റൂളാണ്, ഒരു വര വരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഉണ്ടോ ട്രിപ്പിൾ കോഡ്സ് വന്നിട്ടുണ്ട്. സോ ഇവിടെ കറസ്പോണ്ടിങ് ഹൊറിസോണ്ടൽ റൂൾ വന്നിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമുക്ക് നമ്മുടെ കണ്ടന്റ് കൊടുത്താൽ അത് തൊട്ട് താഴെയായിട്ട് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും. സോ ഇമോജീസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതേപോലെ ലാറ്റക്സ്, എന്താണ് ലാറ്റക്സ് ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും പാത്ത് പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ദെൻ മാർക്ക് ഡൗൺ പ്രിവ്യൂ പോലെ നമുക്കൊരു പൊസിഷൻ വല്ലത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ഇതിൽ സെല്ലിൽ വരുന്നത്. ദെൻ നമുക്ക് അബോ
മുകളിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ, മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെല്ലിനെ താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു ആരോസ് ചൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുണ്ട്. മിഡിലാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ആരോ ക്ലിക്ക് ചെയ്താൽ മതി. ദെൻ ലിങ്കിന് ആഡ് ചെയ്യാം, ലിങ്ക് അല്ലെങ്കിൽ ആ സെല്ലിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അതേപോലെ കമൻസ്, അതായത് നമുക്ക് മൾട്ടിപ്പിൾ പീപ്പിൾസിനോട് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ. സോ ഓരോ സെല്ലിൻ്റെയും കമൻസ് എന്തൊക്കെയാണ് ആഡ് ചെയ്തതെന്നുള്ളത് ക്രിയേറ്റ് ചെയ്തവർക്ക് നമുക്ക് കാണാൻ പറ്റും. സോ നമ്മൾ പെർമിഷൻസ് കൊടുക്കുന്നതിനനുസരിച്ച് യൂസേഴ്സിന് നമുക്കത് കാണാൻ പറ്റും. അതേപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ദെൻ കോപ്പി, ആ സെല്ലിലെ കണ്ടന്റിനെ കോപ്പി ചെയ്യാൻ പറ്റും, ഡിലീറ്റ്. ദെൻ അഡീഷണൽ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. സെലക്ട് കോപ്പി സെല്ല്, കട്ട് സെല്ല്, സെല്ലിലെ കണ്ടന്റിനെ കട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇതല്ലാതെ നമുക്കിപ്പോൾ നമ്മൾ ഒത്തിരി കോഡ് സെല്ല് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റയർ സെല്ലിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റൺ ഓൾ ഉണ്ട്. അല്ലെങ്കിൽ എന്താണ്, ഈ സെഷൻ കംപ്ലീറ്റ്ലി റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒന്നും കൂടി റൺ ചെയ്യണമെങ്കിൽ റൺ ചെയ്യാം. സോ എല്ലാ ഔട്ട്പുട്ടും ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ഓൾ ഔട്ട്പുട്ട് കൊടുത്താൽ മതി. സോ എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ റൺ ഓൾ കൊടുത്താൽ നമുക്ക് എൻറ്റയർ സെല്ലിന് റൺ ചെയ്യിക്കാൻ പറ്റും. ദെൻ ഇവിടെ ഫയലിൽ നമുക്ക് വേറെയും ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. പുതിയ നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂ നോട്ട്ബുക്ക് ഡ്രൈവിൽ ക്രിയേറ്റ് ചെയ്യാം. ഓൾറെഡി ഉള്ള നോട്ട്ബുക്ക് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഓപ്പണിൽ കൊടുത്താൽ മതി. സോ നമുക്ക് ഇനീഷ്യലി വന്ന പോലെ നമുക്ക് കിട്ടും. സോ ഞാനിപ്പോൾ ഒന്നും സെലക്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ക്ലോസ് ചെയ്യുവാണ്. ദെൻ ഫയലിൽ തന്നെ നമുക്ക് വേറെ മൂവ് ചെയ്യാനും, ട്രാഷിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കോപ്പി കീപ്പ് ചെയ്യണമെങ്കിൽ, ജിറ്റ് ഹബിക്ക് കോപ്പി ചെയ്യണമെങ്കിൽ ഒക്കെ നമുക്കിവിടെ പോസിബിൾ ആണ് കേട്ടോ. ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈത്തൺ ഫയലായിട്ട് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ സെയിം എക്സ്റ്റൻഷൻ ആയി പൈത്തൺ നോട്ട്ബുക്ക് ആയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ദെൻ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ നമ്മൾ എന്തൊക്കെ ആക്ഷൻസ് ഇവിടെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. സോ എന്തെങ്കിലും ചേഞ്ചസ് ആരെങ്കിലും വരുത്തുവാണെങ്കിൽ, മൾട്ടിപ്പിൾ പീപ്പിൾസിന് ഷെയർ ചെയ്യുന്ന ടൈമിൽ അവരെന്തെങ്കിലും മിസ്റ്റേക്സോ എന്തെങ്കിലും ചേഞ്ചസോ മോഡിഫിക്കേഷനോ വരുത്തുവാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എഡിറ്റ് ആണ്. സോ നമ്മുടെ ഓരോ സെല്ലിനെ അൺഡു ചെയ്യാൻ, കട്ട്, കോപ്പി, പേസ്റ്റ്, ഡിലീറ്റ് കാര്യങ്ങളൊക്കെ, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് നമുക്കിവിടെ പോസിബിൾ ആണ് കേട്ടോ. സോ പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യാൻ, എല്ലാ ഔട്ട്പുട്ടും ക്ലിയർ ചെയ്യാനൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. ദെൻ നോട്ട്ബുക്ക് സെറ്റിങ്സ് ഉണ്ട്. സോ ഇതിൽ നമുക്ക് CPU വേണമെങ്കിൽ ചേഞ്ച് ആക്കാം, T4 GPU വേണമെങ്കിൽ ആക്കാം. കുറച്ചുകൂടി പെർഫോമൻസ് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ, ഇതിലേതാണെന്ന് വെച്ചാൽ. സോ ഞാൻ കറൻ്റ്ലി ഒന്നും ചെയ്യുന്നില്ല, സോ ഞാൻ അത് ക്യാൻസൽ ചെയ്യുവാണ്. സോ ദെൻ നെക്സ്റ്റ് എന്നത് വ്യൂ. നിങ്ങൾ ടേബിൾ ഓഫ് കണ്ടന്റ് ആയിട്ട് നമുക്ക് വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി എക്സിക്യൂട്ടഡ് കോഡിൻ്റെ ഹിസ്റ്ററി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കമൻസ് ഉണ്ടെങ്കിൽ കമൻസിനെ ഹൈഡ് ചെയ്യണോ, മിനിമൈസ് ചെയ്യണോ, എക്സ്പാൻഡ് ചെയ്യണോ എന്നൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോഡ് ഇൻസേർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നു, ടെക്സ്റ്റ് സെല്ലിനെ ഇൻസേർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നു. ഇവിടെ പ്ലസ് കോഡും അതേപോലെ തന്നെ പ്ലസ് ടെക്സ്റ്റും ഉണ്ടായിരുന്നു. അതേപോലെ നമുക്ക് ഹെഡർ സെല്ല്, സെക്ഷൻ ആയിട്ടുള്ള ഹെഡർ സെല്ല് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ റൺ ടൈമിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ റൺ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെന്ന്. അതേപോലെ നമുക്ക് ബിഫോറുള്ള ആ ഒരു സെല്ലിനെ റൺ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ടുള്ള സെല്ലിനെ റൺ ചെയ്യാനൊക്കെ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ദെൻ ഓൾറെഡി ഉള്ള സെല്ലിനെയും ദെൻ താഴെയുള്ള കറസ്പോണ്ടിങ് സെൽസിനെ മാത്രം റൺ ചെയ്യുന്നുണ്ടെങ്കിൽ Ctrl+F10 ക്ലിക്ക് ചെയ്താലും മതി. ദെൻ കംപ്ലീറ്റ് സെഷനെ റീസ്റ്റാർട്ട് ചെയ്യാനും റൺ ടൈം ചേഞ്ച് ചെയ്യാനുള്ള, റൺ ടൈം ടൈപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. അതേപോലെ റിസോഴ്സസ് കാര്യങ്ങളൊക്കെ നമുക്ക് വ്യൂ ചെയ്യണമെങ്കിൽ ഓപ്ഷൻ ഉണ്ട്. സെഷൻസ് മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ ഒരു സിംഗിൾ ഫയലാണ് കൊടുത്തിരിക്കുന്നത്, കറണ്ട് സെഷൻ ഇത് മാത്രമേ ഉള്ളൂ. മൾട്ടിപ്പിൾ സെഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സെഷൻ ടെർമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് വരുന്നത് റൺ ടൈമിൻ്റെ കേസിൽ പറഞ്ഞായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ടൂൾസ് ആണ്. ടൂൾസിൽ നമുക്ക് കമാൻഡ് പലറ്റിൽ വല്ല ചേഞ്ചസോ അല്ലെങ്കിൽ സെറ്റിങ്സിൽ എന്തെങ്കിലും ചേഞ്ചസോ വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. ഓക്കെ, ഡെസ്ക്ടോപ്പ് നോട്ടിഫിക്കേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നോട്ട്ബുക്ക് പ്രൈവറ്റ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ജിറ്റ് ഹബിൽ ആക്സസ് കൊടുക്കണമെങ്കിൽ ആക്സസ് കൊടുക്കാം കേട്ടോ. സോ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. സോ പേയ്മെൻറ്റ് ഇല്ലാത്തത് നമുക്ക് ചൂസ് ചെയ്യാം. ദെൻ മിസ്ലേനിയസ് എന്ന് പറയുമ്പോൾ ഒരു കോമ്പിനേഷൻ പോലെ ഇതിലേത് കോഡ് വേണമെങ്കിലും നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പവർ ലെവലൊന്നും കൊടുത്തിട്ടില്ല, നമുക്ക് നോർമൽ ലെവൽ, എഡിറ്റർ ലെവൽ മതി, നോർമൽ കോഡ് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ മതി എന്നുള്ള രീതിക്കാണ് നമ്മൾ സെറ്റിങ്സ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വല്ല മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് വരുത്താം കേട്ടോ. ദെൻ ഹെൽപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. ദെൻ
ടേംസ് ഓഫ് സർവീസസ് ഒക്കെ ജസ്റ്റ് വേണമെങ്കിൽ റിവൈസ് ചെയ്ത് നോക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്, കൊളാബിൽ വരുന്നത്. ഇനി സെറ്റിങ്സിൽ എന്തെങ്കിലും ചേഞ്ച് എത്തണമെങ്കിൽ ഇവിടെ നമുക്ക് സെറ്റിങ്സ് ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ കമൻറ്റിനുള്ള ഓപ്ഷൻസും ഉണ്ട്. കമൻറ്റ്സ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വിസിബിൾ ആയിരിക്കും. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി വരുന്നത്. ദെൻ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഷെയർ ചെയ്യാം, ലിങ്കായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇവിടെ കോപ്പി ലിങ്ക് ചെയ്തിട്ട് നമുക്ക് പേഴ്സണലി ഷെയർ ചെയ്യണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ കലണ്ടറിൽ ഒരു ഇവന്റ് പോലെ നമുക്ക് ഇവിടെ ആർക്കെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഫയൽ അപ്ലോഡ് ചെയ്തിട്ട് നമ്മളിനി ഡാറ്റാ സെറ്റ് വെച്ചിട്ടായിരിക്കും ഡീൽ ചെയ്യുന്നത്. സോ അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് ഓൾറെഡി ഇവിടെ സാമ്പിൾ ഡാറ്റ ഇവിടെ കാണാം. സോ ഒന്നില്ലെങ്കിൽ ഈ ഒരു സാമ്പിൾ ഡാറ്റ വെച്ചിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫയലിൽ ഇവിടെ ഉണ്ടോ അപ്ലോഡ് ചെയ്യാനാണ്. സോ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. നമുക്ക് ഏത് ഫയലാണ് അപ്ലോഡ് ചെയ്യുന്നത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഇതിലേക്ക് ലോഡ് ചെയ്തിട്ട് നമുക്ക് ആ ഫയൽസിനെ ഇമേജസ് ഒക്കെ യൂസ് ചെയ്യുന്ന കേസസിൽ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. മേ ബി അത് നെക്സ്റ്റ് ടൈം നമ്മൾ ചിലപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. സോ അങ്ങനെ ഒരു നെഗറ്റീവ് ഇത് കൊളാബിനുണ്ട്. സോ റിഫ്രഷ് ചെയ്യണമെങ്കിൽ റിഫ്രഷ് ഓപ്ഷൻ ഉണ്ട്. ഇത് ഡ്രൈവിൽ ഏത് ഫോൾഡറിലാണ് ഉള്ളതെന്നുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട്. സോ ഞാനിപ്പോൾ കൊടുക്കുന്നില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്കിവിടെ കീസ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കോഡ് സ്നിപ്പറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. സോ ഞാനിതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമുക്ക് നോർമലി എല്ലാവരും കോഡ് ചെയ്യുന്ന പോലെ ബിഗിനിങ് ലെവൽ നമുക്ക് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഐക്കൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സെക്ഷൻസ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓരോ ടോപ്പിക് വൈസ് ടോപ്പിക്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഓരോന്നിനും സെക്ഷൻസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞു വരുന്നത്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് കൊളാബിലായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജുപ്പിറ്റർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. സോ ജുപ്പിറ്റർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ സൈറ്റും കൂടി കാണിച്ചു തരാം. ഉണ്ടോ? ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണോ? ജസ്റ്റ് അതും കൂടി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഇവിടെ നമുക്ക് ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് പൈത്തൺ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. ഇനി ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. CMD കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. കമാൻഡ് പ്രോംപ്റ്റിൽ എന്ത് കൊടുക്കുക, പിപ്പ് ഇൻസ്റ്റാൾ നോട്ട്ബുക്ക് കൊടുക്കുക. സോ ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണിക്കും, ഡിപ്പെൻഡൻസീസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വിസിബിൾ ആയിരിക്കും. സോ റിക്വയർമെന്റ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ വരുന്നത്, കാരണം എൻ്റെ ഓൾറെഡി ജുപ്പിറ്റർ നോട്ട്ബുക്ക് ഉണ്ട്. സോ പിപ്പ് ഇൻസ്റ്റാൾ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞുള്ള ആ ഒരു കോഡ് കൊടുത്താൽ നമുക്കിവിടെ ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് റിക്വയർമെന്റ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞു വരും. ഇല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ആവുകയാണ് ചെയ്യുന്നത്. ഇനി ലോഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ജുപ്പിറ്റർ നോട്ട്ബുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക, ജുപ്പിറ്റർ സ്പേസ് നോട്ട്ബുക്കിന് വെച്ച് കൊടുക്കാം. അത് ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം കൊടുക്കണേ. ഓക്കെ, സോ നമുക്കിപ്പോൾ ഒരു ലിങ്ക് ഓപ്പൺ ആയിട്ട് വരും. ഇച്ചിരി ടൈം എടുക്ക്. സോ ഇവിടെ നമ്മുടെ ഫോൾഡർ നമുക്ക് പയ്യെ ഓപ്പൺ ആയിട്ട് വരും. സോ ലോഡിങ് ഇച്ചിരി ടൈം എടുത്താലും നമുക്ക് നെറ്റ് ഇല്ലാത്ത ടൈമിൽ നമുക്കത് ജുപ്പിറ്റർ നോട്ട്ബുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിൽ ഇച്ചിരി ലോഡിങ് ഇഷ്യൂ കാണിക്കാറുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ കൊളാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫസ്റ്റ് ആണ്. സോ ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. നമ്മുടെ C ഡ്രൈവിലുള്ള ആ ഫോൾഡേഴ്സൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ ചെയ്യുന്ന ഫോൾഡർ ഇവിടെ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. സോ
എൻ്റെ ഡെമോ ആയിരുന്നു തോന്നുന്നുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഫോൾഡേഴ്സ് മാനേജ് പ്രോജക്റ്റിൻ്റെ ഫോൾഡർ ആയിരുന്നു. ദെൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫോൾഡർ, പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. സോ ജുപ്പിറ്റർ നോട്ട്ബുക്ക് ആണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക, കമാൻഡ് പ്രോംപ്റ്റിൽ പിപ്പ് ഇൻസ്റ്റാൾ നോട്ട്ബുക്ക് എന്നുള്ളത് കൊടുക്കുക. അതേപോലെ തന്നെ ജുപ്പിറ്റർ നോട്ട്ബുക്കിന് ജസ്റ്റ് എൻ്റർ അടിച്ച് കൊടുത്താൽ നിങ്ങൾക്കൊരു ലിങ്ക് കിട്ടും. ഇനി ഓട്ടോമാറ്റിക്കലി ഇത് ലോഡ് ചെയ്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ HTTP ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഈ 2 ലിങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം കോപ്പി ചെയ്തിട്ട് നമ്മുടെ ബ്രൗസറിൽ കൊണ്ടിട്ടാൽ നമുക്ക് ആ ഒരു ജുപ്പിറ്റർ നോട്ട്ബുക്ക് വിസിബിൾ ആയിരിക്കും. സോ ഇതിൽ പുതിയൊരു നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ പൈത്തൺ 3 IPython കേർണൽ കണ്ടോ. സോ ഈ ഒരു ടേമാണ് നമ്മൾ പുതിയൊരു ജുപ്പിറ്റർ നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഇപ്പോൾ തൽക്കാലം പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. മൈ ഫയൽസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. സോ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. സോ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ നമുക്ക് ഇവിടെ കാണാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ദെൻ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സോ പൈത്തൺ 3 പുതിയൊരു നോട്ട്ബുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. സോ നമ്മുടെ ജുപ്പിറ്റർ നോട്ട്ബുക്ക് നമുക്ക് ഇവിടെ വിസിബിൾ ആയിരിക്കും. ഇച്ചിരി ടൈം എടുക്കും കേട്ടോ ലോഡ് ചെയ്യാൻ. ഓക്കെ, സോ ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സെല്ലും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും കേർണൽ റൺ ചെയ്യാനൊക്കെ പറ്റും. സോ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, കമാൻഡ് ചെയ്യുവാണെങ്കിൽ കോഡാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കത് ടെക്സ്റ്റ് കണ്ടന്റ് ആയിട്ടാണ്, മാർക്ക് ഡൗൺ ചൂസ് ചെയ്താൽ മതി. സോ ഇവിടുത്തെ ആ ഒരു കണ്ടന്റ് പോവും. ഇതൊരു കമാൻഡ് ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് കണ്ടന്റ് ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇനി അഗെയിൻ ഇതിനെ കോഡായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കോഡ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. സോ ഇനി ഇതിലേതെങ്കിലും ഒരു ഇന്റർഫേസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്ത് വെക്കുക കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ നെക്സ്റ്റേക്ക് ചെയ്ത് വെക്കാം. പൈത്തൺ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കും. സോ അതിൽ ജുപ്പിറ്റർ നോട്ട്ബുക്ക് ആണോ കൊളാബ് ആണോ ചൂസ് ചെയ്യുന്നതെന്നുള്ളത് ഫൈനലൈസ് ചെയ്ത് വെക്കാം. ജുപ്പിറ്റർ നോട്ട്ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇതേപോലെ കമാൻഡ് പ്രോംപ്റ്റിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ജുപ്പിറ്റർ നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ അനക്കോണ്ട നാവിഗേറ്ററിൽ പോയിട്ട് സെപ്പറേറ്റ്ലി ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. സോ അത് ഒത്തിരി സ്പേസ് വേണ്ടി വരും. അതേപോലെ നമ്മുടെ സിസ്റ്റം പയ്യെ സ്ലോ ആവാൻ തുടങ്ങും. സോ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അനക്കോണ്ട നാവിഗേറ്റർ കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ടാണ് അത് പ്രിഫർ ചെയ്യാഞ്ഞത്. സോ നിങ്ങൾക്ക് കൊളാബ് ആണോ ജുപ്പിറ്റർ നോട്ട്ബുക്ക് ആണോ കംഫർട്ട് എന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മൾ നംപൈ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. നംപൈ ലൈബ്രറി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ ഇന്നത്തെ ക്ലാസ് ഇത്ര എടുക്കുന്നുള്ളൂ. സോ ബേസിക് ആയിട്ട് ഡാറ്റാ സയൻസും ML തമ്മിലുള്ള കണക്ഷനും കാര്യങ്ങളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് വെക്കാം കേട്ടോ. ML എന്താണ്, AI എന്താണ്, എന്താണെന്നുള്ളതൊക്കെ. ദെൻ ഡാറ്റാ സയൻസും ML തമ്മിലുള്ള കണക്ഷൻ പറഞ്ഞിട്ടുണ്ട്. പ്രസന്റേഷൻ നോട്ട്സ് ഒന്ന് ഷെയർ ചെയ്യാമോ ഗ്രൂപ്പിൽ? എന്തായിരുന്നു ആ നോട്ട്സ് ഇല്ലായിരുന്നു പ്രസന്റേഷൻ ചെയ്ത, അതൊന്ന് ഷെയർ ചെയ്യാമോ ഗ്രൂപ്പിൽ? ഗ്രൂപ്പിലിടാം. ഓവർവ്യൂ. ഓക്കെ അല്ലേ, ശരി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു.